റിട്ടയർഡ് എസ് പി ജോർജ് ജോസഫ് സാറാണ് ഒപ്പമുള്ളത്. സാർ, ഈ CMRL എക്സാലോജിക് കേസിൽ അന്വേഷണം ഒന്നാം പിണറായി വിജയൻ സർക്കാരിലേക്കും വ്യാപിപ്പിക്കാൻ ED തീരുമാനിച്ചതായാണ് വാർത്തകൾ വരുന്നത്. വീണയ്ക്ക് CMRLുമായി കരാർ തരപ്പെട്ടത് എങ്ങനെ എന്നതിനെ കുറിച്ച് അന്വേഷണം നടത്തുമെന്നാണ് വിവരം. പിണറായി സർക്കാർ ഭരിച്ചിരുന്ന കാലത്ത് CMRLന് എന്തെങ്കിലും വഴിവിട്ട സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ടോ എന്നും പരിശോധിക്കും എന്നൊക്കെയാണ് വാർത്തകൾ വരുന്നത്. നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു കേസ് പിണറായിയിലേക്ക് തിരിയുമോ, അല്ലെങ്കിൽ അന്വേഷണം പിണറായിയിലേക്ക് തിരിയാനുള്ള സാധ്യതയുണ്ടോ? അത് ഇപ്പോഴത് പറയാൻ പറ്റില്ല. കാരണം ഈ പണം എങ്ങോട്ട് പോയെന്ന് നമുക്ക് കണ്ടെത്തണം. അത് EDക്ക് ആ വിവരങ്ങൾ ലഭിച്ചോ ഇല്ലയോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം അവർ ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് 134 അവിടുത്തെ സെഷൻസ് കോടതി 134 റെക്കോർഡുകൾ അവർക്ക് ലഭിച്ചു. അതുകൊണ്ട് 10-22,000 ഷീറ്റുണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും അത് കിട്ടിയുണ്ട്. പിറ്റേ ദിവസം തന്നെ ഇന്നലെ വീണ വിജയനെ അവർ ഒരു പ്രാഥമികമായ അതുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യുകയും ചെയ്തു. രാത്രി 8 മണി വരെ ചോദ്യം ചെയ്തു. ഏതായാലും വീണ്ടും അവർ വിളിക്കും. 29-ാം തീയതി ആണെന്ന് എനിക്ക് തോന്നുന്നത്. ഇതിനകത്ത് ഏറ്റവും പ്രസക്തമായ ഒരു കാര്യമുണ്ട്. ഈ 2,78,00,000 രൂപ വീണ തായ്ക്കണ്ടിക്ക് കൊടുത്തു എന്നാണ് അതിന് എവിഡൻസ് ഉണ്ട്. ആ പണം അവരെന്ത് ചെയ്തു എന്നുള്ള പ്രസക്തമായ ഒരു ചോദ്യം, അതിന് ഉത്തരം കണ്ടുപിടിക്കണം EDക്ക്. അത് ഏകദേശം ആയിട്ടുണ്ടാവും തോന്നുന്നു. ആ പണം എങ്ങോട്ട് പോയി, വേറൊരാളുടെ അക്കൗണ്ടിൽ പോയോ, അത് മുൻ മുഖ്യമന്ത്രിയുടെ അക്കൗണ്ടിൽ പോയോ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും പേഴ്സണൽ അക്കൗണ്ടിൽ പോയോ, അല്ലെങ്കിൽ പാർട്ടിയുടെ അക്കൗണ്ടിൽ പോയോ, അങ്ങോട്ട് വന്നെങ്കിലേ ആ പണം ഇവരിലെത്തി നമുക്ക് തീരുമാനിക്കാൻ ഒക്കുകയുള്ളൂ. അപ്പോൾ ആ പണം അങ്ങോട്ട് ചെന്ന് എങ്ങോട്ട് പോയി എന്നറിയണം. അവർ ആ ക്യാഷ് വിഡ്രോ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യാനൊക്കും? എന്നിട്ട് ഞാൻ ചിലവ് ചെയ്തത് അല്ലെങ്കിൽ മറ്റു കാര്യം ചിലവ് ചെയ്ത് തീർന്നെന്ന് പറയും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി ആയിരുന്ന വ്യക്തിയിലേക്ക് അത് പോവില്ല. അതിനൊക്കെയുള്ള സാമാന്യ ബുദ്ധിയും അവർക്കുണ്ടല്ലോ. അതുകൊണ്ട് ആ എമൗണ്ട് മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ പിണറായി വിജയൻ എന്ന അന്നത്തെ മുഖ്യമന്ത്രിയുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതായിട്ട് ഇതിനുള്ള സാധ്യത വളരെ കുറവാണ്. പിന്നെ ഒരു കാര്യം, ഈ പണം പാർട്ടി ഫണ്ടിലേക്ക് പോയാൽ അതിനകത്തൊരു ഒഫൻസ് കണ്ടുപിടിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെ ലഭിച്ച പണം പാർട്ടി ഫണ്ടിലേക്ക് പോയി. അവരിപ്പം AKG സെൻറ്ററിൻ്റെ അടുത്ത് തന്നെ മൾട്ടി സ്റ്റോറിൽ കെട്ടിടം വെച്ചിട്ടുണ്ട്. 174 കോടി രൂപയൊക്കെ ചിലവായെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അത്രയും പണം ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഈ CMR പോലെ തന്നെയുള്ള അവിടെ നിന്നൊക്കെയുള്ള ധാരാളം പണം ലഭിച്ചിട്ടുണ്ടാവും. കാരണം 1,600 കോടി രൂപ 2019 മുതൽ 2023 വരെ CMRൽ 1,600 കോടി രൂപയോളം ആ മണൽ വിറ്റ് ആ മണൽ വിറ്റ് പണം വന്നു എന്നൊരു കണക്കുണ്ട്. ആ പണം എങ്ങോട്ട് പോയെന്നുള്ളൊരു വലിയ പ്രശ്നമുണ്ട്. ആ പണം അവർ എന്ത് ചെയ്തു? എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യണം, അല്ലെ പ്രോപ്പർട്ടി വാങ്ങിച്ചു കൂട്ടണം. അപ്പം വീണ വിജയൻ്റെ കയ്യിൽ വന്ന പണം എങ്ങോട്ട് ക്യാഷായിട്ട് അവർ വിഡ്രോ ചെയ്തിരിക്കാനാണ് സാധ്യത എന്നെനിക്ക് തോന്നുന്നത്. അങ്ങനെയെങ്കിൽ പിന്നെ മുൻ മുഖ്യമന്ത്രിയിലേക്ക് അന്വേഷണം പോകാൻ കഴിയില്ല. ആ പണം അവരെന്ത് ചെയ്തു എന്ന് അവർ പറയണം. അത് തന്നെയല്ല, ആ പണം ലഭിച്ചത് ഒരു സർവീസ്, ഞാനത് നേരത്തെ പോലെ തിരിച്ചാണ് ചിന്തിക്കുന്നത്. അത് അവർക്ക് ഇവർ പണം കൊടുത്തതിലൊരു ഒഫൻസ് പറയാനൊക്കില്ല. അത് മുഖ്യമന്ത്രി ആയിരിക്കുന്ന വ്യക്തിയുടെ മകളാണ്, പല കാര്യങ്ങളും സാധിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തു എന്നൊക്കെ പറഞ്ഞാൽ അത് ഒരു വ്യക്തതയില്ല അതിനകത്ത്. അതിന് സ്പെസിഫിക്കായ കേസുകൾ വേണം. അതുകൊണ്ട് ഇപ്പോഴേ അതേപ്പറ്റി നമ്മൾ ഒരു അഭിപ്രായം പറയുന്നത് ശരിയല്ല. അതല്ലേ സാറേ, സാർ അങ്ങനെ പറയുമ്പോഴേ ഈ ആദ്യ പിണറായി സർക്കാരിൻ്റെ കാലത്താണല്ലോ ഈ എക്സാലോജിക്കുമായി ഈ CMRL കരാറിൽ എത്തുന്നത്. അന്ന് പരിസ്ഥിതി വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനാണ്. ഈ കാലയളവിൽ CMRL കമ്പനിക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രത്യുപകാരം ലഭിച്ചിട്ടുണ്ടോ എന്നതിലടക്കമാണ് ഇനി വ്യക്തത വരാനുള്ളത്. ഈ CMRL കമ്പനിയുടെ 182 കോടി രൂപയുടെ അനധികൃത ഇടപാടുകൾ നിയമത്തിന്റെ പരിധിയിൽ വരുന്ന ഷെഡ്യൂൾഡ് കുറ്റകൃത്യമാണ് എന്നാണ് EDയുടെ നിലപാട്. അതായത് കള്ളപ്പണ ഇടപാടിന്റെ പേരിലേക്കുള്ള അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ വീണ മാത്രമല്ല പിണറായി വിജയനും പ്രതിരോധത്തിലാകും എന്ന് പറയേണ്ടി വരില്ലേ? ഇല്ല, 152 കോടി എങ്ങോട്ട് പോയെന്ന് ആദ്യം കണ്ടുപിടിക്കണമല്ലോ. ഇപ്പോൾ ഇതിനകത്തൊരു ഒഫൻസ് വരാനുള്ള സാധ്യത ഇപ്പോഴേ ഈ വന്ന പണത്തിൽ ഏതെങ്കിലും പണം വിദേശത്തേക്ക് പോയോ, ദുബായിലും അബുദാബിയിലും ആ ഏരിയയിലൊക്കെ മുഖ്യമന്ത്രിക്ക് വളരെ പ്രാവശ്യം
യാത്ര ചെയ്തിട്ടുണ്ട്, US പോയിട്ടുണ്ട്, അവിടെ പോയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഫോറിൻ എക്സ്ചേഞ്ച് വേണം. അപ്പോൾ ഇവിടെ ലഭിച്ച പണത്തിൽ എങ്ങനെയെങ്കിലും കൺവേർട്ട് ചെയ്ത് പോയിട്ടുണ്ടോ, അതൊരു ഒഫൻസാണ്. അത് അങ്ങനെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അനുവാദമില്ലാതെ അങ്ങനെ കൺവേർഷൻ പാടില്ല. ആരായാലും ശരി, അതിന് കൃത്യമായിട്ടുള്ള ഒരു സാങ്ഷൻ വേണം. അപ്പം CMRLൻ്റെ കയ്യിൽ 182 കോടിയുടെ ആയാലും ശരി, പിന്നീട് വന്ന 1600 കോടി രൂപയുടെ ആ വിവരങ്ങളായാലും ശരി, ഏതെങ്കിലും പണം ഇവരിലേക്ക് വന്ന പണം അത് ഫോറിൻ എക്സ്ചേഞ്ചിൽ അത് കൺവേർട്ട് ചെയ്തിട്ടുണ്ടോ, അവിടെയാണ് ഒഫൻസ് നിൽക്കുന്നത്. അല്ലെങ്കിൽ CMRൻ്റെ പേരിൽ അവർ കൺവേർട്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തിയെയോ ആ മകളെയും ബാധിക്കുന്ന കാര്യമില്ല. അവർക്ക് ലഭിച്ച പണത്തിൻ്റെ ഏതെങ്കിലും അംശം വിദേശത്തേക്ക് ഫോറിൻ മണിയായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ടോ, അതിന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ സാങ്ഷൻ ഉണ്ടോ, ഇതാണ് പ്രസക്തമായ ചോദ്യം. അങ്ങനെ വന്നെങ്കിൽ നമുക്ക് മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തിയിലേക്ക് അന്വേഷണം കൊണ്ടുപോകാൻ ഒക്കുള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ സാർ, അങ്ങനെ പറയുമ്പോൾ തന്നെ ഈ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ തന്നെ പിണറായി വിജയൻ്റെ പല വിദേശ യാത്രകളിലും ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് അന്നത്തെ പ്രതിപക്ഷം. അപ്പോൾ സാർ, ഈ വിദേശത്തേക്ക് പണം പോയോ എന്നതൊക്കെ ചോദിക്കുമ്പോൾ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ്റെ യാത്രയും ഈ പണത്തിൻ്റെ സോഴ്സും ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുകയാണ് എങ്കിൽ EDക്ക് എന്തോ ക്ലൂ കിട്ടിയത് കൊണ്ടാണല്ലോ അന്വേഷണം അന്നത്തെ മുഖ്യമന്ത്രിയിലേക്ക് എത്തും എന്ന് പറയുന്നത്. അത് ഇനി പരിശോധിക്കേണ്ടിയിരിക്കുന്നത്. കാരണം വിദേശ യാത്രയിൽ സർക്കാരിൻ്റെ അദ്ദേഹം ഏകദേശം ഈ കാലഘട്ടത്തിൽ സഞ്ചരിച്ച 17 പ്രാവശ്യം വെളിയിൽ പോയിട്ടെന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ ഒരു മാസത്തിൽ 2 പ്രാവശ്യം ആവറേജ് പോയിട്ടുണ്ടാവും. അങ്ങനെ പോയ സന്ദർഭത്തിൽ സർക്കാർ ചിലവിൽ എങ്ങാണ്ട് 5-8 പ്രാവശ്യം മാത്രമേ പോയിട്ടുള്ളൂ. ബാക്കി സർക്കാർ ചിലവിലല്ല പോയിരിക്കുന്നത്. അപ്പം വിദേശത്തുള്ള പാർട്ടിക്കാരെങ്കിലും സ്പോൺസർ ചെയ്ത് അത് അവിടെ പോയി അവർ സ്പോൺസർ ചെയ്ത് അതിനൊരു ഒഫൻസ് നമുക്ക് പറയാൻ ഒക്കില്ല, അവിടുത്തെ അവർ ചിലവാക്കുന്നതിൽ. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഫോറിൻ മണി ഏതെങ്കിലും രീതിയിൽ കൺവേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അനുവാദമില്ലാതെ കൺവേർട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം. അത് തന്നെയല്ല, നമുക്കറിയാലോ എംബസി വഴി ഇവിടെ സ്വർണം വന്ന വിവരങ്ങളൊക്കെ അറിയാമല്ലോ. അപ്പം ആ രീതിയിൽ ഏതെങ്കിലും ഒരു കൺവേർഷൻ അല്ലെങ്കിൽ അദ്ദേഹം നടത്തിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ മകളോ അദ്ദേഹത്തിൻ്റെ മരുമകനോ അദ്ദേഹമോ ഭാര്യയുടെ പേരിലോ അവരുടെ അക്കൗണ്ടിൽ ഏതെങ്കിലും നടത്തിയിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും പിടിക്കപ്പെടും. അതിലേക്ക് വന്നെങ്കിൽ മാത്രമേ അദ്ദേഹത്തിൻ്റെ റോള് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ അങ്ങനെയൊന്നും അദ്ദേഹത്തിനെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലൊന്നും ട്രാപ്പ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവർ വളരെ ആ കാര്യത്തിൽ ക്ലവറാണ്, വളരെ വിദഗ്ധ അഭിപ്രായം അവർ ആ കാര്യത്തിലൊക്കെ തേടിയിട്ടുണ്ട്. അതിൽ എംബസി വഴി വന്ന 21 പ്രാവശ്യം സ്വർണം വന്ന സ്ഥലമാണ്. 22ാമത്തെ പ്രാവശ്യമാണ് പിടിക്കപ്പെടുന്നത്. അതിന് വലിയ വിവാദങ്ങളുണ്ടെങ്കിലും ആ വന്ന സ്വർണം ആർക്കൊക്കെ വാങ്ങിച്ച് കേരളത്തിലുള്ള സ്വർണ്ണക്കടക്കാർ പലരും വാങ്ങിച്ചതായിട്ടും അവരെ ക്വസ്റ്റ്യൻ ചെയ്തതായിട്ടൊക്കെ കേസുണ്ട്. പക്ഷെ വന്ന പണം അതിനകത്ത് ഏതെങ്കിലും ആ സ്വർണത്തിന് ഏതെങ്കിലും പങ്ക് ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടോ, അതൊക്കെ ചിലപ്പോൾ ഈ അന്വേഷണത്തിൻ്റെ കൂടെ വരാൻ സാധ്യതയുള്ളതാണ്. കാരണം അവിടുന്ന് ഇദ്ദേഹം വിദേശത്തേക്ക് എംബസി വഴി ഇദ്ദേഹത്തിൻ്റെ പേഴ്സണലായ ഒരു പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഉൾപ്പെടെയും അദ്ദേഹത്തിന് ചെറിയൊരു കിറ്റ് മറന്നുപോയി. അത് എംബസി വഴി വിട്ടതായിട്ടാണ് അന്ന് വാർത്ത ഞാൻ കണ്ടത്. അപ്പോൾ അതൊരു അൺഒഫീഷ്യലായിട്ട് അങ്ങനെ ഒരു മുഖ്യമന്ത്രിക്ക് ഒരു ഫോറിൻ എംബസിയുടെ അവർക്ക് വരുന്ന സാധനത്തിന് അല്ല അവർക്ക് ഇങ്ങോട്ട് വരുന്നതോ അങ്ങോട്ട് അയക്കുന്നതിനകത്ത് ഇവിടുത്തെ ഒരു മുഖ്യമന്ത്രിയെ ബാധിക്കുന്ന അത് ഒരു ഒഫൻസ് അല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ പേഴ്സണലായിട്ട് ഏതെങ്കിലും സാധനം അങ്ങനെ കിടത്താൻ പറ്റുമോ, അതൊരു കുറ്റകരമായ ഒരു പ്രശ്നം തന്നെയാണ്. അങ്ങനെ വരുമ്പോഴാണ് അവിടെ വന്ന പണത്തെപ്പറ്റിയൊക്കെ വീണ്ടും ഒരു അന്വേഷണം ഉണ്ടാകാൻ സാധ്യതയെന്ന് ഞാൻ കരുതുന്നത്. സാർ, അങ്ങനെ പറയുമ്പോൾ തന്നെ ഈ SFIO കുറ്റപത്രത്തിൻ്റെ 134 അനുബന്ധ രേഖകൾ EDക്ക് കഴിഞ്ഞ ദിവസമാണ് കിട്ടിയത് എന്നാണ് പറയപ്പെടുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വീണയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നതും. ഈ കരിമണൽ കമ്പനി വീണയുമായി നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളുടെ സുപ്രധാന രേഖയാണ് ഈ 134 അനുബന്ധ രേഖകളിൽ ഉള്ളത് എന്നാണ് പറയപ്പെടുന്നത്. നേരത്തെ ഈ രേഖകൾ ലഭ്യമല്ലാത്തതിനാൽ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതിനുശേഷമാണ് ഈ രേഖകൾ കിട്ടിയപ്പോൾ വീണ വിജയനെ വീണ്ടും വിളിക്കുന്നത്. പക്ഷേ ഇന്നലെ നടന്ന ചോദ്യം ചെയ്യലിൽ വീണയ്ക്ക് മാത്രമല്ല ഈ പിണറായി വിജയനും കരിമണൽ കമ്പനിയുമായുള്ള ബന്ധങ്ങളും ചോദ്യങ്ങളായി വന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സുപ്രധാന പദവിയിലിരിക്കെ പിണറായി വിജയൻ CMRLനെ സഹായിച്ചതായി ആരോപണങ്ങൾ ഉയർന്ന വിഷയങ്ങളിലേക്കെല്ലാം ഈ ചോദ്യം ചെയ്യൽ നീണ്ടു എന്ന് പറയപ്പെടുന്നുണ്ട്. കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കില്ലേ ED ഇങ്ങനെയൊരു നീക്കം നടത്തുന്നത്? അല്ല, അങ്ങനെ ഒരു ആരോപണം സ്ട്രോങ് ആയിട്ട് നിലനിൽക്കുകയാണ്. അപ്പോൾ ആ രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാം.
അതിന് എവിഡൻസ് ഇല്ലെങ്കിലും ശരി ആ രീതിയിലുള്ള ചോദ്യങ്ങൾ ഇ ഡി ചോദിക്കും. ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഇഷ്യൂ ആയിട്ട് കണക്ട് ചെയ്തായിരിക്കും ചോദിക്കുന്നത്. അന്നേരം കുറച്ച് എവിഡൻസ് വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ പേരിൽ ഈ ഇ ഡി ഇപ്പം ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. അതിന് ആ കുട്ടി എന്ത് ഉത്തരം പറഞ്ഞു എന്ന് നമുക്കറിയില്ല. എങ്കിലും തൃപ്തികരമായ ഒരു ഉത്തരം കൊടുക്കാൻ ഒക്കില്ല. പക്ഷേ ഏതെങ്കിലും മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ നിയമവിരുദ്ധമായ ഒരു ട്രാൻസാക്ഷനിൽ ഇടപെട്ടു എന്ന് എവിഡൻസ് ഉണ്ടെങ്കിലല്ലേ പൂട്ടാൻ പറ്റുള്ളൂ. അങ്ങനെ ഉണ്ടെന്നെങ്കിൽ ആകെ പ്രശ്നമാവും. പക്ഷേ അങ്ങനെ ഒരു എവിഡൻസിൻ്റെ കാര്യങ്ങൾ ഇതുവരെ ഒന്നും വെളിയിലോട്ട് വന്നിട്ടില്ല. അപ്പോൾ അതിലേക്ക് ഇ ഡിയുടെ ചോദ്യങ്ങൾ ചിലപ്പം ചോദിച്ചിട്ടുണ്ടാവും. ആ രീതിയിൽ തന്നെ ഇനിയും ചോദ്യങ്ങളുണ്ടാവും. അടുത്ത ഒരു പ്രാവശ്യം കൂടെ ഇനിയും ഇ ഡി ഇപ്പം വീണ വിജയനെ വിളിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. പക്ഷേ ആ വിളി കഴിഞ്ഞാലും വീണ്ടും വിളിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അതും ഇവർ അറസ്റ്റിലേക്ക് നീങ്ങാൻ സാധ്യതയില്ല. കരിമണൽ കർത്തായെ വളരെ വിദഗ്ധമായിട്ട് ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ മകളും ഭാര്യയും മകനും വന്ന് കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റ് വലിയ ദൂഷ്യമില്ലാത്ത രീതിയിലാണ് അവർ പറഞ്ഞു പോയിട്ടുള്ളത്. അവരെ അതിനകത്ത് കുറ്റപ്പെടുത്താനും കഴിയില്ല. അവർ സഹകരിച്ചു, പറയാനുള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. പക്ഷേ കരിമണൽ കർത്താവ് വരുമ്പം വലിയ പ്രശ്നങ്ങളുണ്ടാവും. അദ്ദേഹത്തിനെ വളരെ ഡീപ്പായിട്ട് ചോദ്യം ചെയ്യേണ്ടി വരും. 3, 4, 5 ദിവസം ചോദ്യം ചെയ്യേണ്ടി വരും. അതിനുശേഷം മാത്രം അവിടുന്ന് കിട്ടുന്ന കാര്യങ്ങൾ കൺഫ്രണ്ട് ചെയ്യണം വീണ വിജയമായിട്ട്. അതിലേതെങ്കിലും സംഭവങ്ങൾ എക്സാലോജിക്കുമായിട്ട് ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കേണ്ടി വരും. അത് തന്നെയല്ല, അങ്ങനെ ചോദ്യം ചെയ്യുമ്പം ഇവിടെയുള്ള വേറെ ചില രാഷ്ട്രീയ പാർട്ടികളുമൊക്കെ പണം കൈപ്പറ്റിയിട്ടുണ്ട്. രാഷ്ട്രീയം ഇല്ലാത്തവരും കൈപ്പറ്റിയിട്ടുണ്ട്, വ്യക്തികളും കൈപ്പറ്റിയിട്ടുണ്ട്. അതൊക്കെ എന്തിനെ കൊടുത്തു എന്നുള്ളതിന് തീർച്ചയായിട്ടും കരിമണൽ കർത്താവ് ഉത്തരം പറയേണ്ടി വരും. അതുതന്നെയല്ല, രാജ്യത്തിന് ഇത്രയും വലിയ ലോസ് ഉണ്ടാക്കിയ ഈ ധാതു മണൽ അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ 2019 അത് പ്രൊഹിബിറ്റ് ചെയ്തിട്ടും വീണ്ടും പണം ഉണ്ടാക്കാൻ 2021 വരെ വീണ്ടും അത് കച്ചവടം നടന്നു. അതിന് ഗവൺമെൻറ് അനുവദിച്ചു. അങ്ങനെ അനുവദിക്കുമ്പം അതിനെന്തെങ്കിലും ഒരു ബെനിഫിറ്റ് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ പണം എവിടെ പോയി എന്ന് മുഖ്യമന്ത്രി ആൻസർ ചെയ്യേണ്ടി വരും. മുഖ്യമന്ത്രിക്കാണോ കൊടുത്തത് അത് പാർട്ടി സെക്രട്ടറിക്കാണോ കൊടുത്തതെന്നുള്ള കാര്യം വരും. അതിലേക്കും തീർച്ചയായിട്ടും എന്തെങ്കിലും ക്ലൂ ലഭിച്ചിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആ ഒരു സൗധം ഇപ്പം AKG സെൻറ്ററിനടുത്ത് കെട്ടിപ്പൊക്കി വളരെ ഫാസ്റ്റായിട്ട് അത് പൊങ്ങിപ്പോയി. കാരണം ആ സ്ഥലം വാങ്ങിച്ച് അതിൻ്റെ അവിടെ അത്രയും പൊക്കമുള്ള അത് 174 കോടി എന്നൊക്കെയാണ് ഒരു കണക്ക് പറയുന്നത്. അത്രയും പണം ചിലവാക്കേണ്ടി വരുമോ ഇല്ലയോ എന്ന് എനിക്ക് സംശയമുണ്ട്. എങ്കിൽ തന്നെയും എക്സാജറേറ്റഡ് ആയിട്ടുള്ള ഒരു എമൗണ്ട് ആയിരിക്കാം. വലിയധികം പണം വളരെ ചെറിയ സമയം കൊണ്ട് വന്നു ചേർന്നു. അങ്ങനെ വന്നു ചേർന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എക്സാലോജിക്കിന് ലഭിച്ച പണം മാത്രമായിരിക്കത്തില്ല. അത് മറ്റ് CPMൻ്റെ ഏതെങ്കിലും നേതാക്കന്മാരിൽ കൂടിയോ വ്യക്തികളിൽ കൂടിയോ പണം ചാനലൈസ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും നോക്കേണ്ടത്. അതിനെപ്പറ്റിയൊക്കെ ചിലപ്പം ഇവർക്ക് CMRന് എതിരായിട്ടുള്ള എവിഡൻസുകൾ ചിലപ്പം ധാരാളം കിട്ടിയിട്ടുണ്ടായിരിക്കും. ഇ ഡിയുടെ ഇപ്പോഴത്തെ നിഗമനം ഫോറിൻ കറൻസിയും ഫോറിൻ ബന്ധങ്ങളും ഒക്കെ ഇവിടെ നിന്ന് കൺവേർഷൻ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഇ ഡിയുടെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ പോകും എന്നാണ് ഞാൻ കരുതുന്നത്. പിന്നെ CBI അതുപോലെ യൂണിറ്റിനെ പറ്റുള്ളൂ. ഇന്ത്യയും വിദേശത്തുമുള്ള കാര്യങ്ങൾ, അപ്പോൾ ആ കാര്യങ്ങൾ അന്വേഷിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഇ ഡി ഈ കേസ് CBIക്കോ അല്ലെങ്കിൽ ഓൾ ഇന്ത്യയിലുള്ള മറ്റ് ഏജൻസിക്കോ അത് കൊടുക്കേണ്ടി വരും. ആ ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുമോ ഇല്ലയോ എന്നാണ് ഞാൻ നോക്കുന്നത്. കാരണം ഇതിനകത്ത് ഡയറക്റ്റായിട്ട് മുൻ മുഖ്യമന്ത്രിയെ കണക്ട് ചെയ്യുന്ന ഒരു ട്രാൻസാക്ഷന് അത് ലഭിക്കണം. അല്ലാതെ അങ്ങനെ ഒരു ഹൈപ്പോത്തിക്കേഷൻ നമുക്ക് പറയാൻ അത് പറയുന്നത് ശരിയല്ല. കാരണം വീണ വിജയൻ പൈസ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് പിതാവിനോ ഭർത്താവിനോ ആ പണം ചെന്നോ ഇല്ലെങ്കിൽ പാർട്ടിയിലേക്ക് പോയോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ആ പണം എവിടെ ആയാലും മാറിപ്പോയിട്ടുണ്ട്. അതിനെപ്പറ്റി തീർച്ചയായിട്ടും അവർക്ക് ബോധമുണ്ട്. അവരത് പറഞ്ഞിട്ടുണ്ടാവും. അല്ലെങ്കിൽ അത് പറയാതെ അവർ തൻ്റെ സ്റ്റാഫിൻ്റെ പേരിലോട്ടൊക്കെ അത് ചാരി വെച്ചിട്ട് അവർ മാറി നിൽക്കുന്നുണ്ട്. അതൊന്നും നടക്കത്തില്ല. പണം എവിടെ പോയെന്ന് ഇ ഡിക്ക് അറിയാം. ആ പണം പോയ വിവരങ്ങൾ നമ്മൾ സത്യസന്ധമായിട്ട് ഇതുവരെ വെളിയിൽ വന്നില്ല. അതിൽ ചില ഊഹാപോഹങ്ങളെ ഇതുവരെ ആയിട്ടുള്ളൂ. അത് കർത്തയുടെ കാര്യം വരുമ്പം കുറേ കാര്യങ്ങൾ ഇവിടെ വളരെ ബ്രോഡായിട്ട് ഓൾ ഇന്ത്യ ലെവലിലും വിദേശകാര്യങ്ങളിലും ഒക്കെ ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ കർത്തയ്ക്ക് വേണ്ടിയും അങ്ങനെ ചോദിക്കുന്ന സന്ദർഭത്തിൽ ആ കർത്ത വിദേശത്തെ ഏതെങ്കിലും സന്ദർഭത്തിൽ മുഖ്യമന്ത്രിയുടെ വിസിറ്റ് സമയങ്ങളിൽ പണം എത്തിച്ചിട്ടുണ്ടോ എന്നുള്ള പ്രശ്നങ്ങൾ വരും. അപ്പോൾ അതിലേക്ക് വരുമ്പോൾ അതിനകത്ത് വീണ വിജയൻ കുറ്റക്കാരിയാണെന്ന് പറയാനും പറ്റില്ല. അപ്പോൾ നമുക്കിനി വരാൻ പോകുന്ന കാര്യങ്ങൾ
ഈ കർത്തായെ ചോദ്യം ചെയ്ത് കഴിയുമ്പം നല്ല ഒരു കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകും. അതനുസരിച്ചാണ് മുൻ മുഖ്യമന്ത്രിക്ക് ആ കാര്യത്തിൽ എന്തെങ്കിലും റോളുണ്ടോ ഇല്ലയോ എന്ന് ഫിക്സ് ചെയ്യാൻ കഴിയുള്ളൂ.